സ്വപ്നം തീരമണഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷേ സ്വപ്നം തീരമണയാനെടുത്ത സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. കാരണം നമുക്കറിയുന്നത് പോലെ 1995 ഒക്ടോബറിലാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യത്തെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൈൻ ചെയ്യുന്നത്. 95 ഒക്ടോബറിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം വി രാഘവൻ തുറമുഖ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കുമാർ എനർജി അസോസിയേഷനോ കോർപ്പറേറ്റ്സോ അങ്ങനെയാണ്, കുമാർ എനർജി കോർപ്പറേഷൻ, അവരുമായിട്ടാണ് ഈ പറയുന്ന മലബാർ ഹോട്ടലിൽ വെച്ച് അതെ ആദ്യത്തെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുന്നു 95. ഇപ്പം നമ്മളിരിക്കുന്നത് 2024 2024 ഇരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ മദർഷിപ്പ് നാളെ എത്തുന്നു. ഇപ്പോഴും നമുക്ക് ഒരു പൂർണ്ണമായ ഓപ്പറേഷനിലേക്ക് നമ്മളുടെ പോർട്ട് എത്തിയെന്ന് പറയാനും കഴിയില്ല. എങ്കിൽ കൂടിയും ഈ 30 വർഷം എടുത്തു എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് നിലവിലുള്ള ഈ പറയുന്ന രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വികസനത്തെ ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിചിന്തനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെ സംബന്ധിച്ച് ഗൗരവപൂർണ്ണമായ ചർച്ചകൾ നടക്കണം. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഗുണകരമാകുന്ന വിധത്തിലൊരു യോജിപ്പിലെത്താൻ എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാനിത് കാണുന്നത്. ഏത് വികസന പദ്ധതി വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നു. ആ ഏറ്റുമുട്ടലുകൾ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു ഉയർച്ചയൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഫലത്തിൽ അത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം വൈകിക്കുന്നു. നമ്മളെപ്പോഴും പറയും നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് പറയും. നമ്മളുടെ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മളെ സ്വയം പര്യാപ്തത നേടാൻ നിർബന്ധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദേശീയ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടുന്ന ഈ പറയുന്ന അർഹമായ കേന്ദ്രവിഹിതം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് സ്വയം പര്യാപ്തതയിലേക്ക് പോകണമെങ്കിൽ ഒരു ഉൽപ്പാദക സംസ്ഥാനമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ആ ഉൽപ്പാദക സംസ്ഥാനമായി നമ്മൾ മാറണമെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കേരളം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു ഭൂമിശാസ്ത്രമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 7 മണിക്കൊരു തീവണ്ടിയിൽ പുറപ്പെട്ടാൽ നാളെ രാവിലെ 7 മണിക്ക് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് കാസർഗോഡ് എത്താം. ആ അർത്ഥത്തിൽ വളരെ ചെറിയൊരു ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ കാർഷിക വികസനം എന്നൊക്കെ പറയുന്നത്, വ്യാവസായിക വികസനം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയ ഒരു വികസന കാഴ്ചപ്പാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം. ഇവിടെ ഇപ്പോൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള കൗതുകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തമിഴ്നാടിൻ്റെ ഒരു ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ കർണാടകയിലെ ഒരു ആവശ്യം വരികയാണ്. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ളത്. പക്ഷേ അവരുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ അവരവിടെ ഒരു പലതരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ഒരു യോജിപ്പിൻ്റെ അന്തരീക്ഷം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും അത്തരം വികസന പ്രവർത്തനങ്ങളിലേക്ക് ആ സംസ്ഥാനങ്ങൾ പോവുകയും ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഡാമാണ്, അല്ലെ, ഒരു അണക്കെട്ടാണ്. ആ അണക്കെട്ടിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നമുക്കാണ്. അവിടെ ഒന്ന് തൊടാൻ കഴിയുമോ കേരളത്തിന്? തൊട്ടാൻ ശ്രമിച്ചാൽ തമിഴ്നാട്ടിൽ കലാപം ഉണ്ടാവും. ആ രീതിയിലാണ് ഒരു ജനത അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ നിലപാടെടുക്കുന്നത്. അത്തരമൊരു നിലപാട് പലപ്പോഴും നമ്മളുടെ ഈ ഒരു തരം ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ എന്താണ് അതിനെക്കുറിച്ച് പറയുക, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്കൂൾ വരികയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല, വലിയ എതിർപ്പുകൾ ഉണ്ടാവില്ല. ഒരു ആശുപത്രി വരികയാണെങ്കിൽ വലിയ എതിർപ്പുണ്ടാവില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളായതുകൊണ്ട് ആരും ഇതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കില്ല. അതേസമയം ഒരു ടൂറിസം പ്രോജക്റ്റ് വരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റോഡ് പ്രോജക്റ്റ് വരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതുപോലൊക്കെ തന്നെയുള്ള ഏതെങ്കിലും ഒരു വ്യവസായ പ്രോജക്റ്റ് വരുന്നു എന്ന് വിചാരിക്കാം. വലിയ വിവാദങ്ങളിലേക്ക് പെട്ടെന്ന് രണ്ടായി ചേരിതിരികയാണ് സംഭവം. പിന്നെ ആ ഏറ്റുമുട്ടലാണ്. ഇപ്പം 95 ഇതിൻ്റെ കരാർ ഒപ്പിട്ടിട്ട് അടുത്ത ഓഗസ്റ്റിലാണ് കരാർ ഒപ്പിടുന്നത്. പിന്നെ ഒരു 7 മാസം കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് 96 EK നായനാറുടെ മന്ത്രിസഭ വരികയാണ്. 96 മുതൽ 2001 വരെ അധികാരത്തിൽ നിന്ന് EK നായനാർ മന്ത്രിസഭ അതിനകത്ത് അനങ്ങിയിട്ടില്ല. എൻ്റെ കാര്യം പറയും, ഒറ്റ കാര്യമുള്ളൂ, എം വി രാഘവൻ്റെ പ്രോജക്റ്റാണ്. എം വി രാഘവനാണ് അക്കാലത്ത് ഈ പറയുന്ന വർഗ്ഗശത്രു. അപ്പം കോൺഗ്രസിനേക്കാളും വലിയ എതിരാളിയാണ് എം വി രാഘവൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എം വി രാഘവൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ് തൽക്കാലം വേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചല്ല ഉത്തരവാദിത്വത്തോടെ അന്വേഷിക്കുന്നത്. 2001 ആന്റണി മന്ത്രിസഭ വരുമ്പോഴാണ് പിന്നെ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് നേരത്തെ ഇവിടെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിനകത്തൊരു ക്ലിയറൻസിൻ്റെ ആവശ്യമുണ്ട്. ഒരു പോർട്ട് അങ്ങ് വിഭാവന ചെയ്ത് അത് വളരെ പെട്ടെന്ന് നടപ്പാക്കാനൊന്നും കഴിയില്ല. ആ പദ്ധതിക്ക് അതിൻ്റേതായിട്ടുള്ള കാലതാമസം എടുക്കും. അതിൻ്റെ ഒരു നടത്തിപ്പും ക്രമവും ഒക്കെ ഉണ്ട്. അന്നത്തെ കോൺഗ്രസ് സർക്കാർ UPA
സർക്കാർ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ അനുമതി നിഷേധിച്ചിരുന്നു. അല്ല, 96 UPA സർക്കാരല്ല, 96 ഐക്യമുന്നണി സർക്കാരാണുള്ളത്, ദേവഗഡ സർക്കാരാണുള്ളത്. അപ്പൊ 96 അല്ല, ഒരു പോർട്ട് വരുമ്പോൾ എപ്പോഴും ആ പോർട്ട് എന്ന് പറയുന്നത് സുരക്ഷാ കാരണങ്ങളാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു വളരെ സെൻസിറ്റീവായ ഏരിയ ആണ്. അതിനകത്ത് ഒരുപാട് ക്ലിയറൻസ് ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് 2001 അത് വന്നു. പിന്നീട് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു അനക്കം വെച്ചത് 2015 ഉമ്മൻചാണ്ടി കരാർ വെക്കുന്നതോടുകൂടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി ഈ കരാർ ഒപ്പുവെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പിലേക്ക് പോയി. പിന്നെ ഇതുവരെ കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. കോൺഗ്രസ് പിന്നെ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നില്ല. പക്ഷേ അപ്പോൾ പിന്നെ ഈ പ്രോജക്റ്റ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയതാരാണ്? പിണറായി സർക്കാരാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിനകത്ത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 7-8 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ പോർട്ട് ഒരു പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഉദ്ഘാടനത്തിലേക്കൊക്കെ എത്തുന്നത്. 2015 അദാനിയുമായി ഈ കരാർ ഒപ്പിടുന്നതിനകത്തും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുന്നതിനകത്തും ഉമ്മൻചാണ്ടി സർക്കാരിനുമുള്ള റോൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഈ പദ്ധതി സ്വാഭാവികമായിട്ടും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ഇപ്പം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ പദ്ധതി മുന്നോട്ട് പോയി എന്നാണല്ലോ അർത്ഥം. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്തൊരു വീഴ്ച പിണറായി സർക്കാർ വരുത്തിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ആരംഭകാലം മുതൽ ഇടതുപക്ഷം അതിനോടെടുത്ത സമീപനം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതൊരു വ്യവസായ വികസനവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടൂറിസം വികസനമോ അല്ലെങ്കിൽ ഒരു പോർട്ട് വികസനമോ ഒക്കെ വരുമ്പോൾ അതിനെ ഈ പറയുന്ന കണക്കൊരു സ്വകാര്യ മുതലാളിത്തത്തിൻ്റെ കുത്തക മുതലാളിത്തത്തിൻ്റെ കടന്നുകയറ്റമായി മാത്രം വ്യാഖ്യാനിച്ച് അത്തരം പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളിലേക്ക് പോകുമ്പോഴുള്ളൊരു പ്രശ്നം ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തെ അത് പിന്നോട്ടടിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അതിനൊക്കെ ഒരു ക്രോസ് ചെക്കിങ് ആവശ്യമുണ്ട്. അക്കാര്യത്തിലൊരു സുതാര്യത ഉറപ്പുവരുത്തണം. ആ സുതാര്യത ഉറപ്പുവരുത്താനും അത് ജനോപകാരപ്രദമാണ്, അത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാണ്, സംസ്ഥാനത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉപകാരപ്രദമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് നല്ലതാണ്. ആ ചർച്ചകൾ അനിവാര്യവുമാണ്. എന്നാൽ അത് നമ്മുടെ മൊത്തം വികസനത്തെ വിഘാതമാക്കുന്ന രീതിയിൽ വലിയ കാലവിളംബം ഉണ്ടാക്കുമ്പോൾ ഒരു സംസ്ഥാനം സാമ്പത്തികമായി പിന്നോട്ടടിക്കപ്പെടും. പല പ്രോജക്റ്റുകളും വരത്തില്ല. ഇനി വേറെ കാര്യം കൂടി പറഞ്ഞേക്കാം. ഇപ്പോൾ ആ 1995 ഈ ഷിപ്മെൻറ്റ് ഈ പറയുന്ന പോർട്ട് പ്രോജക്റ്റ് വരുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ കേരളത്തെക്കുറിച്ചുള്ളൊരു പുറം കാഴ്ചപ്പാട് എന്താണ്? ഇവിടെ ഒരു വ്യവസായവും സാധ്യമല്ല എന്നുള്ളതാണ്. വരവേൽപ്പ് സിൻഡ്രോമാണ്. കാരണം വെച്ചാൽ ഇവിടെ അത്തരത്തിലൊരു ഇംപ്രഷനാണ് കേരളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏത് വ്യവസായം വന്നാലും തൊഴിലാളി സംഘടനകൾ വലിയ ശക്തമാണെന്നും അത് വലിയ രീതിയിൽ തടസ്സപ്പെടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഒറ്റ ബിഡർ വരാനുണ്ടായിരുന്നില്ല ഈ സാമ്പത്തികത്തിനകത്ത്. ഈ പറയുന്ന 95 ഒപ്പിടുമ്പോൾ മുതൽ 2015 ഈ ബിഡിങ് പ്രഖ്യാപിക്കുമ്പോൾ ആരും വരാനില്ലെന്നേ. എന്നിട്ട് അദാനിയെ പോയി കണ്ട് പിടിച്ച് കാലക്കെട്ട് വീണ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഈ പറയുന്ന ആ ഒരു ഇംപ്രഷനും ഈ സംസ്ഥാനത്തെക്കുറിച്ചുണ്ട്. അതൊക്കെ ആരാണ് ഉണ്ടാക്കി വെക്കുന്നത്? അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു ചേരിയെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. ഇതിപ്പം തിരിച്ചാണെന്ന് വിചാരിക്കുക, ഇടതുപക്ഷമാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, വലതുപക്ഷത്തിന് വലിയ എതിർപ്പുകൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും നിലപാടുകളും രൂപീകരിക്കുന്നതിൽ ഒരു സമവായ അന്തരീക്ഷം കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടാകുന്നില്ല. അത് മറ്റേതൊരു സംസ്ഥാനത്തുമുണ്ട്. ഇന്ത്യയിലെ അതാണ് ഞാൻ ഈ പറഞ്ഞത്. കർണാടകത്തിൽ ഒരു പ്രോജക്റ്റ് വരുന്നു എന്ന് വിചാരിക്കുക, ആ പ്രോജക്റ്റ് 50,000 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നില്ലെന്നേ. 50 പേർക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ പോലും ഒറ്റക്കെട്ടായി എന്ന് ചില കാര്യങ്ങൾ അവർ ചെയ്യും. ആ രീതിയിൽ സംസ്ഥാനങ്ങൾ ഓരോന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് മനസ്സിലാകാത്ത ഞാനൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വികസനത്തിന് വിഘാതമായി വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വികസന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് വികസിച്ച് വരേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായി നമ്മൾ ഈ വിഴിഞ്ഞത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒരു പുതിയ അധ്യായം നമുക്ക് തുറക്കാൻ കഴിയുന്ന വിശാലതയോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകളെ നവീകരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.